ഇപ്പോൾ നല്ല മഴക്കാലല്ലേ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നല്ല ചൂടുള്ള ചായയുടെ കൂടെ നല്ല ചൂടുള്ള ഒരു കടിയും കൂടി ആയാലോ? എങ്ങനെയുണ്ടാവും? അടിപൊളിയല്ലേ? അപ്പോൾ ആ ഒരു ചൂടുള്ള കടി എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയപ്പമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ അരി അരച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടും ഒക്കെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അതൊന്നും വെച്ചിട്ടല്ല, വേറൊരു ഐറ്റം വെച്ചിട്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 400 ഗ്രാം ശർക്കര. ഇനി ഞാൻ ഈ ഒരു ശർക്കരയിലോട്ടേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ആ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ 1/4 കപ്പ് മൈദയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗോതമ്പ് പൊടിൻ്റെ മൈദയുടെ മിക്സ് നമുക്കൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പൊടി എടുത്തിട്ടുള്ള ആ ഒരു ഗ്ലാസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊരു 10-15 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ശർക്കര പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചൂടോടെയല്ല ചേർക്കുന്നത്, അപ്പോൾ കുറച്ച് തണ്ണിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ കൊത്തൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗീയിൽ നമുക്ക് തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആകുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എള്ള് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം റവ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ഗോതമ്പിൻ്റെ മിക്സിലേക്ക് ഈ ഒരു റവ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും 1 ഗ്ലാസ് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി ആയതിനാൽ തന്നെ ഇത് മിക്സാക്കി എടുക്കാൻ കുറച്ച് പാടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇത് മിക്സാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കേണ്ടത്, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ 1/4 കപ്പ് ശർക്കരപ്പാനി ഇപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള മധുരമാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണേ, നമ്മുടെ ഉണ്ണിയപ്പത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം ബാക്കി ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളം ഇതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഗോതമ്പ് മിക്സൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ കൊത്തു കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും കളർ ചേഞ്ച് ആവണ്ട, എൻ്റെത് കുറച്ചധികം ചേഞ്ച് ആയിട്ടുണ്ട് കളറ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് വറുക്കുക. കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല, പക്ഷേ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് മിക്സാക്കി ഒഴിക്കുന്നുണ്ട്. അപ്പം വെള്ളം ചേർക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഓരോ ഉണ്ണിയപ്പമായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ മാവ് ഒഴിക്കുന്ന സമയത്ത് മുഴുവനായിട്ടും മുകൾ ഭാഗം വരെ ഒഴിക്കണ്ട, ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി. അപ്പോൾ അടിഭാഗം ഏകദേശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്.
അപ്പോൾ നമ്മൾ ഇതിൽ റവയൊക്കെ ചേർത്തതുകൊണ്ട് അങ്ങനെ ഒരുപാടൊന്നും എണ്ണ കുടിക്കത്തൊന്നുമില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ അടിപൊളി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ എനിക്ക് ഏകദേശം ഒരു 10-50ഓളം ഉണ്ണിയപ്പം ഇതിൽ നിന്ന് ഈ ഒരു കൂട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റും പുറം ഭാഗമായിട്ടും ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. വളരെ സിമ്പിൾ അല്ലേ, ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അരിയോ അരിപ്പൊടിയോ ഒന്നും വേണ്ട, ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഉണ്ണിയപ്പാണിത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ്, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. കറക്റ്റ് മെഷർമെൻറ്റിന് അനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.